ഹായ് ഗായ്സ്, അങ്ങനെ നീണ്ട കാലത്തെ കാത്തിരിപ്പിന് ശേഷം എൻ്റെ വീട്ടിലും ആ ഫ്രൂട്ട് വന്നേക്കാണ്. ഏത് ഫ്രൂട്ട് എന്നല്ല, അതായത് നമ്മൾ മിക്ക വീട്ടിലും ഈ അവക്കാഡോ, ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നല്ല വിലയായതുകൊണ്ട് നമ്മൾ ആരും പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഒരു പ്രാവശ്യം വാങ്ങിച്ചപ്പോൾ അതിനെന്തോ 150 200 രൂപ എന്തോ ആയി. അതിനുശേഷം അച്ഛൻ തീരുമാനിച്ചു ഇനി മേലാൽ ആ സാധനം വാങ്ങിക്കില്ല. അതുകൊണ്ട് നമ്മൾ ആ സാധനം വീട്ടിൽ നട്ടു. അപ്പം ഏതാ ഫ്രൂട്ട് എന്നല്ലേ, ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പൊ ഇത് ഫസ്റ്റ് കായാണ്. എനിക്ക് തോന്നുന്നു 1 മാസം മുന്നെയാണ് അതിന്റെ ഫ്ലവർ ഉണ്ടായത്. അതിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ കാണിക്കാം. അതിനുശേഷം ഇപ്പൊ അത് ഫ്രൂട്ടായി. എനിക്ക് തോന്നുന്നു അത് പഴുത്ത് ഫുൾ പുഴുവൊക്കെ കയറി കാണും. നമ്മൾ ഇന്നാണ് പറിക്കാൻ വന്നത്. ഇത് ഫുൾ ഉറുമ്പായിരിക്കും. ഇത് റെഡ് കളറാണ്. ഇപ്പം ഒരുപാട് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇത് ഇപ്പോഴും അറിഞ്ഞൂടാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ബാ കാണാം. ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഇതിനകത്ത് ഇഷ്ടം പോലെ ഉറുമ്പുണ്ട്. ഏകദേശം ചീത്തയായി കാണും. അടുത്ത രണ്ടാമത് ഇവിടെ ഒരെണ്ണം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന് തൈ തന്നത് അപ്പുറത്തെ വീട്ടിലെ ഷീജ ടീച്ചറാണ്. അപ്പൊ ടീച്ചർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം അവിടെ ഇതുപോലെ റെഡ് കളർ ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് ഒരു ദിവസം തന്നപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇതിന്റെ വെള്ളയുണ്ട്, റെഡും ഉണ്ട്. പക്ഷെ ഏറ്റവും ടേസ്റ്റ് റെഡാണ്. വെള്ളയ്ക്ക് ഒട്ടും എനിക്കിഷ്ടമല്ല, പക്ഷെ നമുക്ക് ആർക്കും ഇഷ്ടമല്ല വെള്ള. റെഡാണ് ടേസ്റ്റ്. അപ്പം ലാസ്റ്റ് അത് തന്നെ കിട്ടി. അപ്പൊ ഇത് നട്ട് വളർത്തി നമുക്ക് ഇത്രയാക്കി തന്ന നമ്മുടെ അമ്മയ്ക്ക് നന്ദി പറയാം. നമ്മളിവിടെ ഫുൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് നടാനാണ് ഉദ്ദേശിക്കുന്നത്. കുറെ ചെടിച്ചട്ടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ടെറസിൽ കുറെ നടാലോ. അങ്ങനെ ഓക്കെ. ഇതിനകത്ത് ഒരു ലോഡ് ഉറുമ്പും പുഴു എന്തായാലും കാണും. അമ്മയുടെ ആദ്യത്തെ ഡ്രാഗൺ ഫ്രൂട്ട് പോളിനേഷൻ നടത്തിയത് ടി ശ്രീകുമാർ, കഴിക്കുന്നത് ഞാൻ. ഓക്കെ, ഇനി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കാണാം. ഓ ഭാഗ്യം, ഞാൻ വിചാരിച്ച പോലല്ല, പുഴുവൊന്നും ഇല്ലായിരുന്നു.